ഏറെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. വായനാരാമത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമതി ഇന്ദിരാകൃഷ്ണൻ എഴുതിയ ഒരു ജന്മത്തിൽ പല ജന്മങ്ങൾ എന്ന നോവലിൻ്റെ 11ാമത് ഭാഗത്തിലേക്കാണ് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നത്. ഇത്തിരി നീണ്ടുപോയി എന്ന് കുറച്ച് പേരെന്നോട് പരാതി പറഞ്ഞിരുന്നു. പരാതിയല്ല കേട്ടോ, എന്നാലും കുറേ അധികം വലിയതാകുകയും പിന്നെ ഞാൻ എന്നും വീഡിയോ ചെയ്യാതെയും ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ കഥാപാത്രങ്ങളുടെ പേരൊക്കെ മറന്നുപോകും. അത് സത്യമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലപ്പോഴും അത് ഒന്ന് ഓർമ്മിപ്പിച്ചിരുന്നു. അപ്പോൾ ഇവിടെ ശാന്ത എന്നാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിൻ്റെ പേര്. അവരോടൊപ്പം ജോലി നോക്കുന്ന സ്ത്രീയുടെ പേര് സ്റ്റെല്ല എന്നാണ്. അവർക്ക് ഏകദേശം മൂന്ന് ജാതിയിൽ, അതായത് ആദ്യം അവരുടെ പേര് തങ്കമണി എന്നാണ്. അത് കഴിഞ്ഞ് അവരൊരു മുസ്ലിം മതത്തിലേക്ക് മാറുന്നു. അതും കഴിഞ്ഞിട്ടാണ് സ്റ്റെല്ല എന്ന പേരിൽ ഇവിടെ വരുന്നത്. ഇപ്പോൾ വീണ്ടും അവർ തങ്കു എന്ന് തന്നെ, അല്ലെങ്കിൽ തങ്കമണി എന്ന് തന്നെ അറിയപ്പെടുന്നു. അപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ഏറെ ഭാഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ശാന്തയുടെ അനുജത്തിയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നു, മല്ലികയുടെ ഭർത്താവ്. അപ്പോൾ ആ വീട്ടിലെ കഥയാണ് ഇനി അങ്ങോട്ട് പറഞ്ഞു പോകുന്നത്. എഴുന്നേറ്റ് സമയം നോക്കിയപ്പോൾ 7 മണി. രാത്രി എപ്പോഴേ ഉറങ്ങിയത് എന്നറിഞ്ഞുകൂടാ. ഓർമ്മയുടെ സ്ക്രീനുകൾ മാറി മാറി ഒരുപാട് നേരം. മല്ലിക അസൽ ഉറക്കം. എഴുന്നേറ്റ് പുറത്തു വന്നപ്പോൾ മുറ്റം ആരോ വെടിപ്പായി അടിച്ചു വാരിയിട്ടിരിക്കുന്നു. മരുമകളാവും. വാതിൽ തുറന്ന് കിട്ടാത്തത് കൊണ്ട് ഇപ്പുറത്തേക്ക് വരാഞ്ഞതാവും. അടുക്കള തുറന്ന് വടക്കു പുറത്തേക്ക് ചെന്നപ്പോൾ ഇന്നലെ സാവിത്രിയുടെ വീട്ടിൽ നിന്ന് പകർച്ച കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിരിക്കുന്നു. രാത്രിയെല്ലാം കൊട്ടത്തളത്തിൽ കൊണ്ടിട്ട് വെള്ളം ഒഴിച്ചു വെച്ചതാ. വടക്കൂറൊക്കെ മുറ്റവും ഭംഗിയായി ഇട്ടിട്ടുണ്ട്. പല്ല് തേച്ച് കുളിക്കാൻ നോക്കാം. അപ്പോഴേക്കും മരുമകൾ ഇപ്പുറത്തേക്ക് വരുമായിരിക്കും. കുളിച്ചല്ലേ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂ. പുലിയുള്ളതല്ലേ കുട്ടികൾക്ക്. പല്ല് തേച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ അടുക്കളയിൽ ആൾപ്പെരുമാറ്റം. രാമുവാണ്. പാലിൻ്റെ പാക്കറ്റുകൾ പൊട്ടിച്ച് സ്റ്റൗവിൽ വെക്കുന്നു. അപ്പുറത്ത് ചായക്ക് വെള്ളവും വെച്ചിട്ടുണ്ട്. കുളിച്ച് വേഷം മാറിയിട്ടുണ്ട്. ഞാൻ വല്യമ്മ ഉണർത്തണ്ടെന്ന് വെച്ചിട്ടാ. തിരുവിൽ പോയി പാലും കുറച്ച് സാധനങ്ങളും വാങ്ങി. അപ്പോൾ മുറ്റമടിച്ചതും പാത്രം മുറിയതൊക്കെ നീയാണോ? അല്ലാതെ ആര് ചെയ്യാനാ വല്യമ്മേ? അമ്മയെ സഹായിച്ച ശീലം കാരണം എനിക്കെല്ലാം നല്ല വശമുണ്ട്. വല്യമ്മ ചായ കുടിച്ചിട്ട് കുളിച്ചാൽ മതി. അമ്മയ്ക്കും കൊടുത്തോളൂ. ഷുഗറുള്ള കാരണം കാലത്ത് ചായ കുടിച്ചേ അമ്മ എന്തെങ്കിലും ചെയ്യാറുള്ളൂ. നല്ല ചായ. ഞാൻ 10 വയസ്സ് മുതൽക്ക് ചായ വയ്ക്കാൻ തുടങ്ങി. സ്കൂൾ പഠിപ്പ് കഴിയുമ്പോഴേക്കും അരി വയ്ക്കാനും കൂട്ടാൻ വയ്ക്കാനും ഒക്കെ പഠിച്ചു. അടുക്കളയിൽ അമ്മയെ സഹായിക്കാൻ എനിക്കിഷ്ടമായിരുന്നു. അമ്മയ്ക്ക് വയ്യാത്തപ്പോൾ മിറ്റമടിക്കലും പാത്രം കഴുകലും ഒക്കെ ഞാൻ എന്നെ. സോമു അച്ഛനെ പോലെ എറിയത്തിരിക്കുകയുള്ളൂ. കെട്ടിലമ്മ വന്നത് അതിലും കേമ. നീ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ സാവിത്രിയുടെ പാത്രങ്ങൾ കൊണ്ടു കൊടുക്ക. അവിടെ മിറ്റമടിക്കാൻ വരുന്ന പെണ്ണിനെ ഒന്നിങ്ങോട്ട് വരാൻ പറയുക. കുറച്ച് ദിവസത്തേക്ക് മതി. ഞാൻ ഈ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ട് പോവാം. വല്യമ്മയ്ക്ക് കുളിക്കാൻ ചൂടുവെള്ളം വേണ്ടേ? ഞാൻ പുറത്തെ അടുപ്പിൽ ചൂടാക്കി ഇട്ടിട്ടുണ്ട്. കൊണ്ടുവച്ച് തരാം കുളിമുറിയിൽ. അമ്മയ്ക്കും ചൂടുവെള്ളം വേണം. എൻ്റെ കുട്ടി, നീ എങ്ങനെ കൊള്ളരുതാത്തവനായി? വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ. അതൊരു കാലം വല്യമ്മേ. കള്ളുകുടിയുടെ പിന്നാലെ വന്നതാ എല്ലാ ദോഷവും. ഇനി ആവർത്തിക്കില്ല. കുറേ തെറ്റ് ചെയ്തു. നല്ല ബോധ്യമുണ്ട്. പലതും തിരുത്താൻ വയ്യാത്തതുമായി. ഇനി ഒന്നും ആവർത്തിക്കില്ല. കുറേ കഷ്ടം അനുഭവിച്ചു. കഷ്ടി 1 കൊല്ലമായി ഞാൻ മദ്യം തൊടാറില്ല. എല്ലാവരെയും മുഷിപ്പിച്ച കാരണം കയ്യിൽ കാശായിട്ട് ഈ വരുമെന്ന് വിചാരിച്ചിട്ടാണ് വരാഞ്ഞത്. അനിയച്ചാരുടെ വിലസിൽ കണ്ടപ്പോൾ അങ്ങേരെ അച്ഛനെയും അമ്മയും സഹായിക്കുന്നുണ്ടാവുമെന്ന് വിചാരിച്ചു. രേഖച്ചേച്ചി പറഞ്ഞപ്പോഴാണ് സത്യം അറിയണേ. രേഖച്ചേച്ചി വിസ ശരിയാക്കിയിട്ടുണ്ട്. അടുത്ത് തന്നെ പോവും. ഇനി എന്നെപ്പറ്റി ആരും ദോഷം പറഞ്ഞ് കേൾക്കേണ്ടി വരില്ല വല്യമ്മ, ഉറപ്പ്. രാമു 2 കൈയും കൂപ്പി. രാമു അകത്തെ ബാത്റൂമിൽ ചൂടുവെള്ളം കൊണ്ടുവച്ചു. കുളിച്ച് പുറത്തു വന്നപ്പോൾ മല്ലിക ചായ കുടിക്കുന്നു. അടുത്ത് തന്നെ രാമു ഇരിപ്പുണ്ട്. ചായ കുടിച്ചു കഴിഞ്ഞാൽ കുളിച്ചോ. മോനെ, വല്യമ്മയുടെ തുണി മുറ്റത്തൊന്ന് തോരയിട. താഴത്തേക്ക് ഇറങ്ങാറില്ല. അതിനെന്താ പ്രയാസം വല്യമ്മേ? രാമു ബക്കറ്റും വാങ്ങിപ്പോയി. മല്ലികയ്ക്കുള്ള ചൂടുവെള്ളം ബാത്റൂമിൽ കൊണ്ടുവച്ചു. മല്ലികയുടെ കുളിയും കഴിഞ്ഞു. വന്നപ്പോഴേക്കും രാമു ഡൈനിങ് ടേബിളിൽ ഉപ്പുമാവും പഴവും ചായയും നിരത്തിയിരുന്നു. വല്യമ്മേ, ഇത്ര അരി ഇടേണ്ടി വരും? വെള്ളം തിളച്ചു. പുറത്തെ അടുപ്പിൽ എന്നെ അരി ഇടാന്ന് വെച്ചിട്ടാ. ഇടങ്ങഴി അരി ഇട്ടോ. വല്യച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ബാക്കിയാവും. നമ്മൾ 5 ആളും മാഷും 6 ആളേ ഉള്ളൂ. സാരമില്ല, കഷ്ടിയാവണ്ട.
ചായ കുടിച്ചു കഴിഞ്ഞാൽ വല്യമ്മ കുമ്പളങ്ങ ഒന്ന് മുറിച്ച് തന്നോളൂ, പരിപ്പിട്ടും മുളക് വെക്കാം, കടുമാങ്ങയും തൈരും വാങ്ങിയിട്ടുണ്ട്, വിശപ്പുള്ളവർക്ക് ധാരാളം. രാമു അടുക്കളയിലേക്ക് പോയി. സോമുവും ഭാര്യയും കുളി കഴിഞ്ഞ് എഴുന്നള്ളി. സോമു മേശപ്പുറത്ത് നിന്ന് ചായ എടുത്ത് കുടിച്ചു. ഭാര്യ അടുക്കളയിലേക്ക് പോകുന്ന കണ്ടു. മല്ലികയെ വിളിക്കാൻ അകത്തേക്ക് പോയി. നിന്റെ കുട്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വന്ന് കഴിച്ചോ. അവളും എഴുന്നേറ്റ് വന്നു. രാമുവും സോമുവും വന്ന് കഴിക്കാനിരുന്നു. മരുമകളെ കണ്ടില്ല. നിന്റെ ഭാര്യ എവിടെ? കഴിക്കണില്ലേ? മല്ലിക. അവൾക്ക് ഉപ്മാവ് വേണ്ടാത്രേ, വേണമെങ്കിൽ കഴിച്ചാൽ മതി. എല്ലാവരും ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു. രാമുവിന് കുമ്പളങ്ങ നുറുക്കി കൊടുത്തു. അവൻ അപ്പോഴേക്കും കുക്കറിൽ പരിപ്പ് വേവിച്ച് കഴിഞ്ഞിരുന്നു. കുക്കറിൽ മുളകുത്തിൻ്റെ പരിപ്പിൻ്റെ കൂടെ കഷ്ണവും ഉപ്പും മുളകും ചേർത്ത് സ്റ്റവിൽ വെച്ചു. വിസിലടിച്ചാൽ ഓഫ് ചെയ്യണേ, ഞാൻ സാവിത്രി വല്യമ്മയുടെ അടുത്ത് പോയി വരാം. രാമു പാത്രങ്ങളും എടുത്തു പോയി. നിന്റെ മോൻ മുറ്റം അടിച്ചിട്ടിരിക്കണ കണ്ട. എന്തായാലും പെല കഴിയോളം ആരെയെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം അവൻ ചെയ്തോളും. എനിക്ക് പീരിയഡ്സ് വരുമ്പോഴാ അവനാ ചെയ്യാറ്. അടുക്കളയിലെ പണിയും അടിച്ചു തുടയ്ക്കലും തിരുമ്പലും എല്ലാം ചെയ്യും. ഞാൻ അമ്മയുടെ മോളല്ലേ എന്ന് പറയും. മറ്റവനൊന്നും അറിയില്ല. അവൻ വലിയ പഠിപ്പുകാരനാന്ന ഭാവം. അതായിരുന്നല്ലോ. ഒക്കെ ശരിയാവും. നിന്റെ കഷ്ടകാലം കഴിഞ്ഞു എന്ന് വിചാരിച്ചോ. നന്നാവണ്ടെന്ന് എനിക്കില്ല. എനിക്കിനി എന്ത് നന്നാവാൻ? ഇടത്താണ്ട് ഭഗവാൻ കൊണ്ടുപോകണം. വല്യേച്ച് കിടന്നോളാം. റെസ്റ്റ് എടുക്കേണ്ട പ്രശ്നം ആവേണ്ട. എന്നോട് നടക്കാനാ പറഞ്ഞാണേ. അധികം ഇരിക്കാണ്ട് മെനക്കെട്ട്. വലിയ വെയിറ്റും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ജോലിയൊക്കെ ചെയ്തോളാൻ പറഞ്ഞു. സ്റ്റെല്ല ഒന്നും സമ്മതിക്കില്ല. രാമു തിരിച്ചു വന്നു. സാവിത്രി വല്യമ്മ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെയും കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ വരണ പെണ്ണിനെ എന്നെ വരും. രാവിലെ മുറ്റം അടിച്ച് പാത്രം മോറിപ്പോയി വൈകിട്ട് വന്ന് അകായി അടിച്ചു തുടച്ച് തുണി തിരുമ്മിയിട്ട് പോകുന്നു. അവൾ തൊഴിലുറപ്പ് പണിക്ക് പോണതാത്രേ. മതി, അതായാലും മതി. അമ്മ പാവം പെല കഴിയോളം ചെയ്യണ്ടെന്ന് വെച്ചിട്ടാ. കുറച്ചു നേരം കിടന്ന് റെസ്റ്റ് എടുക്കാം. ഗീതയുടെ മാഷ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫോൺ ബെല്ലടിച്ചു. തങ്കു. എൻ്റെ അമ്മ പോയി അമ്മേ. എന്നെ കാത്തു കിടന്നതാ. ഇന്ന് വെളുപ്പിന് പോയി. എന്താ പറയേണ്ടതെന്ന് അറിയണില്ലല്ലോ. എനിക്ക് വിഷമമൊന്നുമില്ല അമ്മേ. ഞാൻ ജീവിച്ചിരിക്കണമെന്ന് അറിഞ്ഞിട്ട് പോയില്ലോ. ഒന്ന് കാണാനും പറ്റി. മക്കളൊക്കെ വന്നോ? ഏറ്റവും താഴെയുള്ള മോൾ ഇംഗ്ലണ്ടിലാണ്. അവളൊഴിച്ച് എല്ലാവരും എത്തി. എൻ്റെ അമ്മ ഭാഗ്യവതിയാ. ചെറുപ്പത്തിലെ ദുരിതത്തിന് പകരം സകല ഭാഗ്യത്തോടെയും വയസ്സുകാലം മത്സരിച്ച് സ്നേഹിക്കണ മക്കൾ. വെളുത്ത് തടിച്ച് സുന്ദരിയായിരിക്കണോ. പണ്ടത്തെ ചായയും കൂടി പോയി. എനിക്ക് സമാധാനമായി. ഒന്ന് കാണാൻ പറ്റിയല്ലോ. ഇനി പിന്നെ വിളിക്കാം. ഒന്നും വിശ്വസിക്കാനാവാത്ത പോലെ. സ്വന്തം സഹോദരങ്ങളൊക്കെ അപരിചിതരെ പോലെ. ഗ്രഹിണിക്കുന്തങ്ങളായി മൂക്കളെ ഒലിപ്പിച്ച് നടന്ന അനിയന്മാരും അനിയത്തിമാരും ഒക്കെ മാറി. നല്ല യോഗ്യന്മാരും സുന്ദരികളും കുഞ്ഞാത്തയും അതെ. വെളുത്ത് തടിച്ച് കഷണ്ടിയും കൂടി. ആളെ മനസ്സിലായില്ല. തങ്കുവെന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ചപ്പോഴാണ് മനസ്സിലായത്. കരഞ്ഞു രണ്ടുപേരും. കുഞ്ഞാത്തോട് പൊറുക്ക്. കുറേ അന്വേഷിച്ച് നടന്നു. അതൊക്കെ വിധിയല്ലേ. എന്നാലും ഈ ദേവുവിനെയും മക്കളെയും ഈ നിലയിലാക്കിയല്ലോ. 100 പുണ്യം കിട്ടും. നന്ദിനി മാത്രം വന്നില്ല. പാറമേക്കാവ് ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. എന്തൊരു യോജിപ്പാണ് കുടുംബത്തെല്ലാവരും. നളിനി കുറച്ച് പായയും തലയണയും കൊണ്ട് വിരിച്ചിരുന്നു. ആണുങ്ങളൊക്കെ ഹാളിൽ കിടന്നു. കുട്ടികളും. 2 മുറികളിലായി 3 മരുമക്കളും 4 പെൺമക്കളും. നളിനിയും ലീനയും മീനയും ഊണുമുറിയിൽ പായ വിരിച്ചു. പണ്ട് പാണൻ ഗോവിന്ദൻ്റെ കുടുംബത്തെ അകായിൽ ഞെങ്ങി ഞിരുങ്ങി കിടന്ന കാലം ഓർത്തു. ഇപ്പോഴ് ഒരു വീട്ടിലും ഇങ്ങനെ ഒരുമിച്ചൊരു നേരമെങ്കിലും നിൽക്കില്ല. എല്ലാവർക്കും കട്ടിലും കിടക്കയും വേണം. അമ്മ കിടന്നിരുന്ന കിടക്കയിൽ വിരി മാറ്റിയാണ് കാർത്തുവും കൂടി കിടന്നത്. കുഞ്ഞാത്തയുടെ നാത്തുൻ ആ റൂമിലെ ദിവാനിയിലും. പേടിയൊന്നും ഇല്ലല്ലോ നാത്തുൻ. അങ്ങനെ ഒന്നേയില്ല. അതാ ഞാൻ നമുക്ക് ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞത്. മറ്റവരൊക്കെ കുട്ടികളല്ലേ, പേടിയുണ്ടാവും. എനിക്ക് ശീലമായി. അങ്ങനെ ഒരു പണിയായിരുന്നില്ലേ. ഞാനും നഴ്സല്ലേ. മരണം കണ്ട് തഴക്കായി. സങ്കടവും പേടിയും ഇല്ലാണ്ടായി. കുറേ നേരം കുറുകുറെ പറഞ്ഞു കിടന്നു. പിറ്റേ ദിവസം ഉച്ച തിരിഞ്ഞപ്പോൾ അനിയന്മാരുടെ ഭാര്യമാരും അനിയത്തിമാരും ഭർത്താക്കന്മാരും മടങ്ങിപ്പോയി. കുഞ്ഞാന്നിയും അനിയന്മാരും മൂത്ത നാത്തുവിനും പോയില്ല. അവർ അടിയന്തരം കഴിഞ്ഞേ പോവുള്ളൂ. കാർത്തുവിനും തിരക്കില്ല. ടീച്ചറുടെ അനിയത്തി എത്തിയിട്ടുണ്ട്. ഒരു സ്ത്രീയെ സഹായത്തിനും കിട്ടിയിട്ടുണ്ട്. 2 ആഴ്ച കഴിഞ്ഞാൽ മകളും വരും. നീ ഇനി പോവോ? കാർത്തു. അടിയന്തരം കഴിഞ്ഞാൽ പോകണം. അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. കാർത്തുവിൻ്റെ ടീച്ചറെ പോലെ അവർ. ഞാൻ അമ്മയെന്നാണ് വിളിക്കുക. പകല് ഇടയ്ക്ക് വന്നു പോവാലോ. അല്ലെങ്കിൽ വിശ്വസിക്കാവുന്ന ആരെങ്കിലും കിട്ടണം. നളിനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അവളൊരു ഭാഗ്യന്യാ. നിൻ്റെ മകളാ അവളെന്ന് നാത്തുമാർക്കൊന്നും അറിയില്ല. എല്ലാവരുടെ മുന്നിലും സ്കൂൾ രജിസ്റ്റർ പോലും അമ്മയുടെ മോളാ. നീയായിട്ടത് മാറ്റണ്ട.
ഇല്ല കാത്തു, അവൾ തങ്കൂന്ന് തന്നെയാ വിളിക്കണേ. നാളെ തിരക്കൊഴിഞ്ഞ് അമ്മയെ വിളിക്കണം. അവിടുത്തെ സ്ഥിതി എന്താവും എന്തോ. മരുമകളെ കണ്ടിട്ട് മേലനങ്ങണ ജാതിയാണെന്ന് തോന്നണില്ല. പാവം മല്ലികാമ്മ. അത് തന്നെ വേണ്ടി വരും എല്ലാ പണിയും. അമ്മ മരുന്നൊക്കെ ശരിക്കും കഴിക്കണില്ലേ ആവൂ. പാവം മല്ലികയുടെ കാര്യം കഷ്ടം തന്നെ. ഒറ്റയ്ക്കായില്ലേ. അമ്മ കൂടെ കൂട്ടുമോ? എന്തായാലും സ്വന്തം അനിയത്തിയല്ലേ, ഒറ്റയ്ക്ക് വീടുണ്ടാന്ന് വെക്കും. മല്ലികാമ്മ അയ്യന്തോളിൽ സ്ഥിരം ആക്കണമെങ്കിൽ മോളുടെ അടുത്തേക്ക് പോരണം. പക്ഷേ ഒരു ജോലിയും ഇല്ലാതെ കഴിയേണ്ട കാര്യം ആലോചിക്കാൻ വയ്യ. എന്തായാലും നല്ലോണം ആലോചിച്ച് തീരുമാനം എടുക്കണം. എല്ലാവരും പിരിഞ്ഞു പോയിട്ട് മകളായി സംസാരിക്കാം. അച്ഛനായിട്ടുള്ള ഇടപാട് തീർക്കണം. ലിസ വക്കീലിനെ വിളിക്കണം. ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല. പൈസ ചോദിച്ചു വാങ്ങണം എന്നാണ് വക്കീലും അമ്മയും ഒക്കെ പറയണത്. വീട് വിട്ടുകൊടുക്കാം പള്ളിക്കാർക്ക്. ഒരു പാപത്തിന് ഉപകരിക്കട്ടെ. മകളും ആങ്ങളമാരും ഉള്ളിടത്തോളം അങ്ങനെ ഒരിടം വേണ്ട. എന്തെല്ലാം സംഭവങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവുവിൻ്റെ കാലം കഴിഞ്ഞ പോലെ കാലം തെളിഞ്ഞതാവും. എല്ലാ കാലവും എല്ലാവർക്കും ഒരുപോലെ ആവില്ലല്ലോ. പ്രിയമുള്ളവരെ, നോവലിൻ്റെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സമാധാനിക്കട്ടെ അല്ലേ. ജീവിതത്തിൻ്റെ ഒരുപാട് ദുഃഖങ്ങൾ എന്തൊക്കെ ഒരു സ്ത്രീ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവിക്കാമോ അതെല്ലാം സ്റ്റിലിന് അനുഭവിച്ചു, അല്ലെങ്കിൽ തങ്കു അനുഭവിച്ചു. ഇന്നിപ്പോൾ പ്രതീക്ഷിക്കാത്തത്ര ഉയരത്തിലാണ് അവൾ. സമാധാനമായി ഉറങ്ങട്ടെ അല്ലേ. അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം. എല്ലാവർക്കും സ്നേഹത്തോടെ വിട.